മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 8 പഞ്ചായത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തിയ UDFന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചർച്ചകൾക്ക് തുടക്കമായി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും സ്ഥിരം സമിതി അധ്യക്ഷൻ സ്ഥാനത്തേക്കുമുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിൽ ഇതിനോടകം ഒന്നിലധികം ആളുകളുടെ പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുമുണ്ട്. UDFന് വ്യക്തമായ ഭൂരിപക്ഷം നൽകുന്നതാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളിലെയും ജനവിധി. ആരക്കുഴ, ആയവന, വാളകം, മാറാടി, ആവോലി, പായിപ്ര, മഞ്ഞള്ളൂർ പഞ്ചായത്തുകളിൽ UDF പ്രസിഡന്റ് സ്ഥാനത്തേക്കും സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുമുള്ള ചർച്ചകൾ ആരംഭിച്ചു. ആരക്കുഴ പഞ്ചായത്തിൽ UDFന് 11 അംഗങ്ങളാണുള്ളത്. LDF 2ഉം ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചിരിക്കുന്നത്. വൻ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ഘടകകക്ഷികളെ ഒഴിവാക്കി ഒറ്റയ്ക്കാണ് കോൺഗ്രസ് ഭരണം നിലനിർത്തിയത്. വാളകം പഞ്ചായത്തിലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത്. UDF 9, LDF 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. മാറാടി പഞ്ചായത്തിൽ കോൺഗ്രസ് തനിച്ച് ഭൂരിപക്ഷം നേടി. കോൺഗ്രസ് 9, LDF 5 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയിട്ടും പലവട്ടം ഭരണം കൈവിട്ടുപോയ പായിപ്ര പഞ്ചായത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെയാണ് അധികാരം നിലനിർത്തിയിരിക്കുന്നത്. 18 സീറ്റുകൾ നേടിയാണ് UDFന്റെ വിജയം. LDF 5 സീറ്റിലേക്ക് ഒതുങ്ങി. ഒരു സ്വതന്ത്രനും വിജയിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്തിൽ നിർണായക ശക്തിയായിട്ടുണ്ട്. ആവോലി പഞ്ചായത്തിൽ 15-ൽ 11 വാർഡുകളും UDF നേടി. LDF 4 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ആയവനിയിൽ കഴിഞ്ഞ തവണ പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ നേടിയെങ്കിലും ഭരണം നിയന്ത്രിച്ചത് LDF ആയിരുന്നു. എന്നാൽ ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ 12 സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. LDF 3 സീറ്റുകളിൽ ഒതുങ്ങി. NDA സ്വതന്ത്രനും വിജയിച്ചിട്ടുണ്ട്. മഞ്ഞള്ളൂർ പഞ്ചായത്തിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് UDF അധികാരം നിലനിർത്തിയിരിക്കുന്നത്. 9 സീറ്റുകളാണ് UDF നേടിയത്. LDF 3 സീറ്റും NDA 1 സീറ്റും സ്വതന്ത്രൻ 1 സീറ്റും നേടി.